നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടി20 ഓപ്പണർ അത് യശസ്വി ജയ്സ്വാൾ എന്ന ഉത്തർപ്രദേശുകാരൻ തന്നെയാണ്. ആകെ 15 അന്താരാഷ്ട്ര ടി20 കളിച്ചൊരു താരം ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടി20 ഓപ്പണർ എന്ന വിശേഷണത്തിന് അർഹനാവുന്നത് എങ്ങനെയാണ്? പ്രകടനങ്ങളെക്കാളേറെ ജയ്സ്വാളിന്റെ ശൈലിയാണ് ക്രിക്കറ്റ് നിരീക്ഷകർക്ക് പോലും ഇത്തരമൊരു വിശേഷണം അദ്ദേഹത്തിന് നൽകാൻ പ്രേരിപ്പിക്കുന്നത്. സുരക്ഷിതമായി കളിച്ച് തട്ടിമുട്ടി കുറച്ച് റണ്ണുകൾ നേടി തന്റെ ടീമിലെ സ്ഥാനം ഭദ്രമാക്കണമെന്നുള്ള ഒരു ചിന്ത ജയ്സ്വാളിനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് തോന്നാനിടയില്ല. വീരേന്ദർ സെവാഗ് എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും വിനാശകാരിയായ ഓപ്പണർക്ക് ശേഷം ആദ്യ ഓവറുകളിലെ ബാറ്റിംഗ് പവർ പ്ലേ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഓപ്പണർ ഇന്ത്യക്ക് അന്യമായിരുന്നു. സെവാഗിന് ശേഷം വന്ന ശിഖർ ധവാനും രോഹിത് ശർമ്മയും അജിങ്ക്യ രഹാനെയും അടക്കമുള്ള താരങ്ങൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സെവാഗിൻ്റേത് പോലുള്ള പ്രകടനങ്ങൾ ഇവരിൽ നിന്ന് ചുരുക്കം മത്സരങ്ങളിലേ കണ്ടിട്ടുള്ളൂ. വീരേന്ദർ സെവാഗിനെ പോലൊരു എക്സ്പ്ലോസീവ് ഓപ്പണറെ തേടിയുള്ള ടീം ഇന്ത്യയുടെ അന്വേഷണം കൂടിയാണ് യശസ്വി ജയ്സ്വാൾ എന്ന കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള പ്രതിഭയിലെത്തി നിൽക്കുന്നത്. നേരിടുന്ന ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുക, അതുവഴി പരമാവധി എതിരാളികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുക, ആ ഒരു ഫിയർലെസ് ശൈലി തന്നെയാണ് ജയ്സ്വാളിനെ വ്യത്യസ്തനാക്കുന്നത്. സമകാലികരായ താരങ്ങളെ നോക്കിയാലും ജയ്സ്വാളിൻ്റെ ഈ സവിശേഷത അദ്ദേഹത്തെ വേറിട്ട് നിർത്തും. ശുഭ്മാൻ ഗില്ലും ഋതുരാജ് ഗെയ്ക്വാദുമാണ് നിലവിൽ ഇന്ത്യ പ്രതീക്ഷയർപ്പിക്കുന്ന ഓപ്പണേഴ്സ്. ഇതിൽ ശുഭ്മാൻ ഗില്ലിനെ നോക്കിയാൽ ഏകദിനത്തിലും ടെസ്റ്റിലും ഓപ്പണറായ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സാണ് ഗിൽ. കുറച്ചധികം പന്തുകൾ കളിച്ച ശേഷം സാഹചര്യം പതിയെ മനസ്സിലാക്കിയാണ് ഗിൽ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്നത്. വിരാട് കോഹ്ലിക്ക് ശേഷം കോപ്പി ബുക്ക് ശൈലിയിൽ ഏറ്റവും അധികം സ്ട്രോക്കുകൾ കളിക്കുന്ന അസാധ്യ കഴിവുള്ള താരമാണ് ഗിൽ. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗിൽ ഇന്ത്യയുടെ നെക്സ്റ്റ് ബിഗ് തിങ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെയുള്ള താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഗില്ലിനെയും യശസ്വിയെയും പോലെ തന്നെ ഇന്ത്യയുടെ ഭാവി താരമാണ് ഗെയ്ക്വാദും. 19 അന്താരാഷ്ട്ര ടി20 കളിച്ചിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദ് 17 ഇന്നിങ്സുകളിൽ നിന്ന് 140 സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് 500 റൺസാണ്. ഗില്ലിനെ പോലെ തന്നെ കുറച്ചു പന്തുകൾ നേരിട്ട ശേഷം സാഹചര്യം മനസ്സിലാക്കി പതിയെ ഇന്നിങ്സ് കെട്ടിപ്പടിക്കുന്ന ശൈലി തന്നെയാണ് അദ്ദേഹത്തിനുമുള്ളത്. അവിടെയാണ് യശസ്വി ജയ്സ്വാൾ എന്ന ക്രിക്കറ്റർ വേറിട്ട് നിൽക്കുന്നത്. ലോകത്തിലെ ഏത് മൈതാനമാണെന്നോ എതിരെ പന്തെറിയാൻ നിൽക്കുന്നത് എത്ര മികച്ച ബൗളറാണെന്നോ ജയ്സ്വാളിന് നോട്ടമില്ല. താൻ നേരിടുന്ന ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തണം എന്ന ഇന്റൻഷനോടെയാണ് അയാൾ ക്രീസിലേക്ക് വരുന്നത് തന്നെ. ഇതുവരെ ഏകദിനത്തിൽ അരങ്ങേറിയിട്ടില്ലാത്ത ജയ്സ്വാൾ 14 ടി20 ഇന്നിങ്സുകളിൽ നിന്നായി നേടിയത് 430 റൺസാണ്. 33.8 ശരാശരിയിൽ 160-നടുത്ത് ശരാശരിയിലാണ് യശസ്വി ഇത്രയും റൺസ് അടിച്ചു കൂട്ടിയത്. ടെസ്റ്റിൽ 2 മത്സരങ്ങളിലെ 3 ഇന്നിങ്സുകളിൽ നിന്നായി 266 റൺസാണ് ഈ മുംബൈ താരം അടിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിലും ഓപ്പണറായ ഇന്ത്യയുടെ കരുതൽ നിക്ഷേപമായിരിക്കും ജയ്സ്വാൾ. എന്തായാലും നിലവിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവിടെ നടക്കുന്ന ടി20 പരമ്പരയിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് ജയ്സ്വാൾ. 2024 നടക്കുന്ന ടി20 ലോകകപ്പിലേക്കുള്ള താരങ്ങളെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഇന്ത്യൻ സെലക്ടർമാർ. ആ ടീമിൽ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും യശസ്വി ജയ്സ്വാൾ എന്ന പേര് ഓർത്തിരിക്കുക. സെവാഗിന് ശേഷം ഇന്ത്യ തേടുന്ന എക്സ്പ്ലോസീവ് ഓപ്പണറുടെ റോളിലേക്ക് പ്രകടനം കൊണ്ട് അവകാശവാദവുമായി ജയ്സ്വാൾ എത്തുന്ന കാലം അധികം വിദൂരമാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.